ഹലോ ഗൈസ്, വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ. അപ്പോൾ നമ്മളൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആൾമോസ്റ്റ് ഒരു 2-3 മന്ത്സ് ആയിട്ടുണ്ടാവും നമ്മൾ ബാക്ക് ടു സേലം വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സേലത്തുള്ള സമയത്ത് നമ്മളൊരു വീട് റെൻറ്റിന് എടുത്തിരിക്കുകയായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഐഷുവിൻ്റെ മെഡിക്കൽ കോളേജ് ഹൗസ് സർജൻസി ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളത് വെക്കേറ്റ് ചെയ്ത് തിരിച്ച് നാട്ടിലോട്ട് പോയി. ഇപ്പം ഐഷുവിൻ്റെ അക്കാഡമിക് പർപ്പസിന് തന്നെ വന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ റാഡിസണിൽ ആണ് റൂം എടുത്തിരിക്കുന്നത്. ഒരു 2-3 ഡേയ്സിൻ്റെ പരിപാടി ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ റാഡിസണിലെത്തി. ഐഷു ആണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഞാനും ഉറങ്ങുവാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഐഷുവിനെ ഇങ്ങോട്ടത്തേക്ക് ആവാഹിക്കാം. ഹലോ. ഓക്കെ, അപ്പോൾ ഏട്ടൻ പറഞ്ഞ പോലെ എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്കറിയില്ല പ്രോപ്പറായിട്ട് നമുക്ക് എത്ര ദിവസം ഇവിടെ വേണ്ടിയിരുന്ന അറിയില്ല. എന്തായാലും നമ്മളൊരു 2-3 ഡേയ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് നമ്മൾ ഒരു 2 പാർട്സ് ആയിട്ടായിരിക്കും അല്ലേ? എത്ര പാർട്സ് ആണെന്നൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഒരു ഫ്ലോയിൽ എങ്ങനെ പോവും. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ 2-3 മന്ത്സിന് ശേഷമാണ് സേലം വരുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മളിവിടെ ഉണ്ടായിരുന്ന സമയത്തുള്ള പോകണ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകണം എന്നുള്ളതൊക്കെ ഒരു ഐഡിയ ഉണ്ട് നമുക്ക്. എത്രത്തോളം നമുക്ക് നടക്കും ബാക്കി കാര്യങ്ങളുടെ ഇടയിൽ എന്നുള്ളത് നോക്കിയിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയില്ല കറക്റ്റായിട്ട്. എൻ്റെ ഒരു മനസ്സിൽ എൻ്റെ പ്ലാനിങ് ആണ് ഒരു 2-3 ഡേയ്സിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നടന്ന് ഇവിടെ ബാക്കി നമുക്ക് പോകാനുള്ള ഇടങ്ങളിലൊക്കെ പോയി തിരിച്ചു പോകാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമുക്കൊരു 2 പാർട്ടിൽ ഇത് ഒതുക്കാൻ പറ്റുന്നുണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരുപാട് ലെങ്തി ആവും, നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ റാഡിസണിലെ വിശേഷം തന്നെ നമുക്ക് വിശേഷമല്ല, റാഡിസണിലെ ഈ ഒരു ഇത് അതെ കാഴ്ചകൾ തന്നെ നമുക്ക് ഇത്തിരി ലെങ്തി ആയിട്ട് ഉണ്ടാവും. ഞാൻ മാക്സിമം എപ്പോഴും കട്ട് ഷോട്ട് ചെയ്യാനാണ് നോക്കുന്നത്. ബട്ട് എന്താ അങ്ങനെ വിചാരിച്ചാൽ ഒരുപാട് ലെങ്തി ആവാറുണ്ട്. ഇങ്ങനെ സംസാരിച്ചിട്ട് തന്നെ അല്ലേ അത്യാവശ്യം ലെങ്ത്ത് പോവാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ 2-3 ഡേയ്സ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ 2-3 ദിവസത്തെ ക്ലബ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു പാർട്ടിലൊക്കെ അല്ലേ വരുന്നുണ്ടാവുക. യാനുവിനെ വെച്ചിട്ട് വീഡിയോസ് ഇങ്ങനെ എന്താ പറയാ എടുക്കാനും ഷൂട്ടിങ്ങും കാര്യങ്ങള് നമ്മുടെ അവനെ മാനേജ് ചെയ്യലും ഷൂട്ടിങ്ങും എല്ലാം കൂടെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ 3 പേരും കൂടെയാണ് വന്നിരിക്കുന്നത്. അവൻ പോടി നടക്കുന്ന ഒരു ടൈമാണ്. അത് ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റി. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് ഈ വീഡിയോ എടുക്കലും ഒക്കെ കൂടി നടക്കണില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പൊ നമ്മളുടെ ഒരു കണ്ടിന്യൂറ്റി നമ്മുടെ ഡ്രസ്സിലും കാര്യങ്ങളിലും ഒന്നും ചിലപ്പോ അതെ കിട്ടിയത് വരില്ല. ഒരു സ്ഥലത്ത് തന്നെ മൾട്ടിപ്പിൾ ഡേയ്സിലത്തെ ക്ലിപ്സ് ഒക്കെ ഇതാക്കുന്നത്. ബട്ട് ഒരു ഇൻ ഷോർട്ട് ഓഫ് റാഡിസൺ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ വരും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ സേലത്തും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളും പോകുന്ന ക്ലിപ്സൊക്കെ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. വ്ളോഗിങ്ങിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് നമുക്ക് എപ്പോഴും ആ ഒരു പ്ലേസും ആ ഒരു മൊമെന്റും ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമാണ് സേലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ടിങ്ങും നമുക്ക് ആ ഒരു മൊമെന്റിൽ നമുക്ക് അവിടെ പ്രസന്റ് ആയി നമ്മൾ എൻജോയ് ചെയ്യുന്നതും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് നമ്മളുടെ ഒഫീഷ്യൽ കാര്യങ്ങളും ഇതിന്റെ കൂടെ നടക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊന്നും നമ്മൾ വീഡിയോയില് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ സേലം വ്ളോഗ് ഒരു 2 പാർട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഇനി അധികം പറഞ്ഞു കിട്ടുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമ്മളിതാ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓൾമോസ്റ്റ് 2:30 ആയി നമ്മൾ റാഡിസണിൽ എത്തിയപ്പോൾ. ഇതാണ് അവിടുത്തെ റിസപ്ഷൻ. എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. അതാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. സ്റ്റാഫ് ആണെങ്കിലൊക്കെ വളരെ നൈസായിട്ടുള്ള ഡീലിങ്സ് ആണ്. നമ്മൾ അത്രയും പൈസ കൊടുക്കുന്നതിൻ്റെ ആയിരിക്കാം, ബട്ട് സ്റ്റിൽ നമുക്കത് ഫീൽ ചെയ്യും കൂടി വേണമല്ലോ. അപ്പോൾ നമ്മളിതാ റൂമിൽ ലഗേജസൊക്കെ വെച്ചു. ഇനി നമ്മൾ റാഡിസൺ ഒന്ന് കറങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ ഇത് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള ലോബിയാണ്. എല്ലാ പ്ലേസും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് നീറ്റാണ് കേട്ടോ.
നമ്മൾ ഫസ്റ്റ് പോകുന്നത് പൂൾ സൈഡിലേക്കാണ്. നമുക്ക് ഇവിടെ തന്നെ കിഡ്സ് പൂളും അഡൾട്ട്സ് പൂളും ഉണ്ട്. രണ്ടും അഡ്ജസൻ്റ് ആയിട്ട് തന്നെയാണ്. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു പൂളാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു ഫീൽഡാണ് കേട്ടോ. അവിടെ ഒരുപാട് മയിലുകൾ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. കോഴികളെ തുറന്നു വിട്ട പോലെയാണ് എനിക്ക് തോന്നിയത്. നമ്മൾ പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കൂട്ടായിട്ട് പെൺമയിലുകളെ കാണുമെങ്കിലും ഇങ്ങനെ പീലിയുള്ള മയിലുകളെ ധാരാളം കാണുന്നത് വളരെ കുറവാണ്. അപ്പോൾ എനിക്കിത് വളരെ കൗതുകമായിട്ട് തോന്നി. അപ്പോഴേക്കും ഇതാ യാനു നമ്മളുടെ പൂൾ സൈഡ് ബെഡിൽ കയറി ഇരുന്നിട്ടുണ്ട്. പൂൾ സൈഡ് ബെഡ് എന്ന് പറയാൻ പറ്റില്ല, ബെഡിൻ്റെ അടുത്തുള്ള ടേബിളിലാണ് ആശാൻ കയറി ഇരിക്കണത്. അങ്ങനെ യാനു കുറച്ച് നേരം, അവന് ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാനും കളിക്കാനൊക്കെ, പക്ഷെ ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പേടി ചെറിയ പ്രായത്തിൽ തന്നെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പൊതുവെ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഹോട്ടലുകൾ ബുക്ക് ചെയ്യുമ്പോൾ പൂളും കൂടി ഉള്ള ഹോട്ടലുകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവനതൊരു എക്സ്പോഷറും ആവും, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റും ആവും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ റൂംസ് സെലക്ട് ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഇനി അവന് കുറച്ച് നേരം വെള്ളത്തിൽ ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ പൂളിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പൂൾ ഡ്രസ്സിലാണ് നമുക്ക് പൂളിൽ ഇറങ്ങാൻ പറ്റൂ. അതേപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ അവിടെ സൈൻ ചെയ്ത് കൊടുക്കണം, റൂം നമ്പർ അടക്കം. അതേപോലെ നമ്മളൊരു ഷവർ എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പൂളിൽ അലൗ ചെയ്യുള്ളൂ. ഇതൊക്കെ അതിൻ്റെ ആ ഒരു മെയിൻ്റനൻസും ഹൈജീനിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് അവർ ഈ റൂൾസൊക്കെ സെറ്റ് ചെയ്യുന്നത്. യാനുവിന് ഇതാ പൂളിലൊരു ഫ്രണ്ടിനെ കൂടി കിട്ടിയിട്ടുണ്ട്. ആള് ആന്ധ്രാപ്രദേശുകാരനാണ്. ഫാമിലി ആയിട്ട് റാഡിസണിൽ സ്റ്റേ ആണ്. ട്രിപ്പ് എന്തോ കാര്യമായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആളെ കണ്ടപ്പോൾ യാനുവിന് ഒന്നും കൂടി ഉഷാറായി, വെള്ളത്തിലിറങ്ങാനൊരു ധൈര്യമൊക്കെ ആയി. അപ്പോൾ കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി അധികം തണുപ്പടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറുകയാണ്. ഏട്ടനും പൂളിലൊന്ന് ഇറങ്ങി കയറി. അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നമ്മൾ റൂമിൽ തന്നെ സ്റ്റേ ആണ്. നെക്സ്റ്റ് ഡേ ആണ് ഇനി നമുക്ക് കാര്യങ്ങളുള്ളത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ടാങ്കറിനിൽ വന്നിരിക്കുകയാണ്. റാഡിസൺ തന്നെ റെസ്റ്റോറൻ്റാണ് ടാങ്കറിൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലാത്ത പാക്കേജും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് യാനുമായിട്ട് പുറത്ത് പോകാൻ അത്രയും ഈസി ആയിട്ട് തോന്നാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു പാക്കേജ് എടുത്തത്. ബ്രേക്ക്ഫാസ്റ്റ് വളരെ അടിപൊളിയായിരുന്നു കേട്ടോ. ബൊഫേ ആണ്. നമുക്ക് ലൈവായിട്ട് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ അവരങ്ങനെയും ചെയ്തു തരും. നമ്മൾ ആദ്യം നൂൽപുട്ടും കുറുമയും എടുത്തിട്ടുണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാനുവിന് ദോശ ഇഡ്ഡലിയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് പൊതുവേ കൊടുക്കാറ്. അപ്പോൾ അവൻ ചട്നിയൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ കഴിച്ചത്. കളറ് മാത്രമേ ഉള്ളൂ, അധികം സ്പൈസി ഒന്നും അല്ലാതെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡുകളായിരുന്നു എല്ലാം. ടേസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോസിൽ പല ഭാഗങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവിടുത്തെ സ്റ്റാഫൊക്കെ വളരെ എന്താ പറയുക, വെൽക്കമിങ് ആണെന്ന് മാത്രമല്ല നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ കൂടിയാണ്. അപ്പോൾ യാനുവിനെയും അവർ വളരെ കംഫർട്ടബിൾ ആക്കിയിരുന്നു കേട്ടോ. നമ്മളവനെ കിഡ്സ് ചെയറിൽ ഇരുത്തി. ഇപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കൊണ്ട് നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ പൊട്ടൊക്കെയാണ് അവന് കൊടുക്കാറ്. അതിൻ്റെ ഇടയിൽ ഏട്ടൻ ഒരു സെറ്റ് പൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ഫുഡും നന്നായിരുന്നു. നമ്മൾ ഫൈനലി നമ്മുടെ ഡെയിലിയുള്ള ആ ഒരു കോഫിയിൽ വൈൻഡപ്പ് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റൂമൊന്ന് കാണാം. ഞാനിപ്പോൾ ഈ റൂം ടൂർ എടുക്കുന്നത് ഞങ്ങൾ പുറത്ത് പോയി വന്നതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, റൂം നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു നമുക്ക് ചെക്ക് ഇൻ ദിവസം റൂം ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് ഇന്നിപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി വന്നപ്പോഴും റൂം നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെ പില്ലോ കവേഴ്സ് ആണെങ്കിലും ബെഡ്ഷീറ്റ് ആണെങ്കിലും അതേപോലെ നമ്മൾ യൂസ് ചെയ്ത ടവൽസ് ആണെങ്കിലും എല്ലാം അവർ ചേഞ്ച് ചെയ്യും. നമ്മൾ എത്ര ദിവസമാണോ നമ്മളുടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നത് വെച്ചാൽ അത്രയും ദിവസം ഇതേപോലെ തന്നെയാണ് ഒരു റൂം ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം അവരോട് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ അവർ വന്ന് ക്ലീൻ ചെയ്തിടും. പിന്നെ ഈ റൂമിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ഒരു ഗ്ലാസ് വിൻഡോ. കംപ്ലീറ്റ്ലി ആ ഒരു ഏരിയ ഫുള്ള് ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തോട്ട് നല്ല വ്യൂ ആണ്. ഞാൻ നിങ്ങൾക്ക് ഈ കർട്ടൻ മാറ്റി കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കാണാം നല്ല തെങ്ങിൻ തോട്ടവും അതേപോലെ തന്നെ മലകളും ഒക്കെ ആയിട്ട് കുറച്ച് ദൂരേക്ക് ഒരു പൈൻ ഫോറസ്റ്റ് പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള മരങ്ങളും ഉണ്ട്. അത് വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. നമ്മുടെ റൂമിൽ തന്നെ നമുക്കൊരു വർക്ക് സ്പേസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ
TV, അതേപോലെ തന്നെ ഈ ഒരു ടേബിളിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കെറ്റിൽ, ടീ ബാഗ്സ്, മിൽക്ക് പൗഡർ, കോഫി പൗഡേഴ്സ് എല്ലാം ഉണ്ട്. അതേപോലെ ഒരു മിനി ഫ്രിഡ്ജ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്നാക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്നാക്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. നമ്മളുടെ റെഗുലർ യൂസിനായിട്ടുള്ള ഈ മിൽക്ക് പൗഡർ, ടീ ബാഗ്സ് കാര്യങ്ങൾക്കൊന്നും നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ട. ഹൗസ് കീപ്പിങ്ങിൻ്റെ ടൈമിൽ അവർ അത് റീഫില്ല് ചെയ്യും. ആൻഡ് പിന്നെ നമ്മളുടെ കബേർഡിൽ തന്നെ നമുക്ക് ഒരു ലോക്കർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ലോക്കറിൽ നമ്മളുടെ അത്യാവശ്യ പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ദെൻ കമ്മിങ് ഓൺ ടു നമ്മളുടെ വാഷ്റൂം. നല്ല നീറ്റായിട്ടുള്ള വാഷ്റൂമാണ്. വാഷ്റൂമിന് അവർ ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഉള്ളത്. നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടവലുകളും കാര്യങ്ങളൊക്കെ അവർ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഹൗസ് കീപ്പിങ്ങിൻ്റെ ടൈമിൽ അവർ ഈ ടവൽസും ചേഞ്ച് ചെയ്യും. നമുക്ക് ഡെയിലി പുതിയതാണ് അവർ റീപ്ലേസ് ചെയ്ത് വയ്ക്കുക. നമ്മൾ വീഡിയോ എടുക്കാവുകൊണ്ട് അവൻ ബഹളാക്കണ്ടെന്ന് വിചാരിച്ച് രണ്ടുപേരും കൂടി പുറത്ത് പോയിരുന്നു. അപ്പോൾ നമ്മളുടെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി തിരിച്ചു വന്നതാണ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ പുറത്തൊക്കെ പോയി ഇതപ്പോൾ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല ടയേർഡായി. ഇനി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് താഴെയൊക്കെ പോയിട്ട് ബാക്കി വീഡിയോ ഒക്കെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മളിതാ താഴോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മളുടെ ബിസിനസ് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മുടെ കോൺഫറൻസുകളും ബോർഡ് മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന ഒരു സ്പേസാണ്. ആൻഡ് ലോബിയിൽ ചെറിയൊരു കഫറ്റീരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടീ, സ്നാക്സ്, അതേപോലെ തന്നെ കുറച്ച് പേസ്ട്രീസും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഇതാണ് നമ്മളുടെ ആ ഒരു എൻട്രൻസിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ കയറി വന്ന ആ ഒരു എൻട്രൻസും ലോബിയും കാര്യങ്ങളൊക്കെ. ശ്രിയാൻ ഇതപ്പോൾ ഈ ഓടി പോകുന്നത് അവൻ്റെ ഫേവറേറ്റ് പ്ലേസിലേക്കാണ്, പൂൾ സൈഡിലോട്ടാണ്. റാഡിസണിലെ കബാബ് ഫാക്ടറിയുടെ സൈഡിലായിട്ടാണ് ഈ പൂള് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കബാബ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത് നൈറ്റ് 7 o'clock ആൻഡ് ദ പൂൾ ടൈം എൻഡ് ചെയ്യുന്നതും 7 മണിക്കാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അവിടെ വരുന്ന ആളുകൾക്കൊരു ഡിസ്റ്റർബൻസ് വേണ്ട എന്നുള്ള രീതിയിലും, അതേപോലെ തന്നെ രാത്രിയാകുമ്പോൾ വെള്ളത്തിൽ ഉണ്ടാവാവുന്ന ആക്സിഡൻറ്റുകളെ ഒഴിവാക്കാം എന്നുള്ള രീതിയിലുമായിരിക്കും അവർ പൂളിന് അങ്ങനെ ഒരു ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പൂൾ സൈഡിൽ വന്നു കഴിഞ്ഞപ്പോൾ തലേ ദിവസം ഉണ്ടായ പോലെ തന്നെ ആ ഒരു ഫീൽഡിൽ ഒരുപാട് മയിലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഡെയിലി ഉള്ളൊരു കാഴ്ചയാണ് അവിടെയെന്ന്. അപ്പോൾ ഇന്ന് ചെന്നപ്പോൾ അതാ ഒരു മയിൽ പീലിയൊക്കെ വിരിച്ച് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ അത് അത്ര ക്ലിയർ അല്ല. അപ്പോൾ നമ്മൾ മോള് പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് യാനുവിനെ പൂളിൽ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലത്തേക്ക് അവൻ കുറച്ചും കൂടി ആക്റ്റീവാണ് ഇന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ. അതേപോലെ തന്നെ പേടിയൊക്കെ കുറച്ച് വിട്ടിട്ടുണ്ട്. കുട്ടികളുടെ പേടിയും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്നത് ഏറ്റവും ഏർലി സ്റ്റേജിലാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ടാണ് ശ്രിയാൻ ഇപ്പം തന്നെ പതുക്കെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്ന് ഞങ്ങൾക്കൊരു നിർബന്ധം. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വെള്ളത്തിനോടൊക്കെ ഉള്ളൊരു പേടി മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ വക കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിലൊരു എക്സ്പോഷർ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതാ കളിയൊക്കെ മതിയാക്കി പതുക്കെ റൂമിലോട്ട് പോവാം. റൂമിൽ പോയിട്ട് ഫ്രഷായിട്ട് നമ്മൾ ഒന്ന് പുറത്ത് പോകണം. അപ്പോൾ നമുക്ക് പതുക്കെ പൂളിൽ നിന്ന് കയറാം. പൂള് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടിയിട്ടുള്ള ടവൽസും കാര്യങ്ങളൊക്കെ താഴെ തന്നെ അവൈലബിൾ ആണ്. അതേപോലെ ചേഞ്ചിങ് റൂമും ഉണ്ട്. ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ആണ്. ആൻഡ് അതിൻ്റെ ഉള്ളിൽ ലോക്കറുകളും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിതാ റൂമിൽ പോയി ഫ്രഷായി ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ്. ആൻഡ് ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ എൻഡ് ചെയ്യാണ്. നമ്മൾ ബാക്കി വിശേഷങ്ങൾ പാർട്ട് 2-ലായിരിക്കും വരിക. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. സോ സീ യു ഗൈസ് ഇൻ അനദർ വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.